This call is now being recorded. ഓക്കെ. അപ്പോൾ സോ ലാസ്റ്റ് പീരീഡ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. സോ ദിസ് പീരീഡ് വി ആർ മൂവിങ് ടു ദ തേർഡ് മൊഡ്യൂൾ. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ എക്സിക്യൂട്ടീവ്. ദെൻ യൂണിയൻ എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് ഇപ്പം ദ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡൻറ്റ്, അറ്റോർണി ജനറൽ, ദെൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സോ അവരുടെയൊക്കെ അവരെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്, ഹൗ ദേ ആർ എലക്റ്റഡ്, ഹൗ what are the functions of the offices of these, or what are the functions of the president of India, the vice president of India, the attorney general, the council of ministers, etc. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അതുപോലെ സ്റ്റേറ്റിൻ്റെതും, ഇപ്പോൾ സ്റ്റേറ്റ് ഗവർണർ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് അവിടെ ഫങ്ഷൻസ്. ഓക്കെ. So moving on to the third module, first one is the union executive. So what is the union executive? So the organ of the government. One second. Okay. The organ of the government which implements and administers policy, rules and regulations made by the legislator is called the executive. എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ? സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ. എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ? ദ ഓർഗൻ ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ഇംപ്ലിമെന്റ്സ് ആൻഡ് അഡ്മിനിസ്റ്റർ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഈസ് കോൾഡ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഈ എന്താണ് നിയമങ്ങൾ, അപ്പോൾ നിയമനിർമ്മാണ സഭയാണ് ഈ ലെജിസ്ലേച്ചർ എന്ന് നിയമനിർമ്മാണ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് അല്ലേ. എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ എന്താണ്? ഈ നിയമം അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സഭയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനാണ്, അല്ലെങ്കിൽ ഒരു ബോഡിയാണ്, ഓർഗൻ ഓഫ് ഗവൺമെന്റ് ആണ്. ലൈക്ക് അതൊരു കാര്യനിർവഹണം പറയാം അല്ലേ. അപ്പോൾ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ബോഡിയാണ് എക്സിക്യൂട്ടീവ്. അപ്പോൾ അതിന് നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ that is the executive or union executive. Article 52 to 78 in part 5 of the constitution deal with the union executive. അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവ് ഒക്കെ നമ്മൾ പറയുന്നത് പാർട്ട് 5 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ആർട്ടിക്കിൾ 52 ടു ആർട്ടിക്കിൾ 78 ആണ്. ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് ഈ യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാല്? ദി യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ്, ദ പ്രൈം മിനിസ്റ്റർ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ എന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് മനസ്സിലായി കാണും. സോ അതായത് ദേ ആർ ദി ഓർഗൻ ഓഫ് ദ ഗവൺമെന്റ്. സോ ദ ഡ്യൂട്ടി ഈസ് ടു ഇംപ്ലിമെന്റ് ദി administers policy, rules and regulations which are made by the legislature. ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന ഈ പറയുന്ന പോളിസീസും ഈ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെന്റ് ഓർഗനാണ് ഈ പറയുന്ന യൂണിയൻ എക്സിക്യൂട്ടീവ്. ഓക്കെ. സോ റിഗാർഡിംഗ് ദി യൂണിയൻ എക്സിക്യൂട്ടീവ്, it is written in the constitution in the part 5 from article 52 to article 78. And the union executive consists of the president, means our പ്രസിഡന്റും അതിൻ്റെ ഓഫീസേഴ്സും, the president, the vice president, the prime minister, the council of ministers and the attorney general of India. First of all നമ്മൾ the president of India നമ്മൾ നോക്കാം. So the president is the head of the Indian state. He is the first citizen of India and acts as the symbol of unity, integrity and solidarity of the nation. അപ്പോൾ So the president is the head of the Indian state. He is the first citizen of India and act as a symbol of unity, integrity and solidarity of the nation. അപ്പോൾ എങ്ങനെയാണ് പ്രസിഡന്റ് ആരാണ്? ഹെഡ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഈസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രസിഡന്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രസിഡന്റ്, എങ്ങനെയാണ് പ്രസിഡന്റിന് എലിജിബിലിറ്റി വരിക, എങ്ങനെയാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുക, എന്തൊക്കെയാണ് പ്രസിഡന്റ് ഓഫീസ് ഡ്യൂട്ടീസ്, വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് ദ ഓത്ത് ഓഫ് ദ പ്രസിഡന്റ്,
ഇതുപോലത്തെ കാര്യങ്ങളാണ് വരുന്നത്. വൺ ബൈ വൺ ആയിട്ട് ഫോർ പ്രസിഡന്റ് വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ്, ഫോർ പ്രൈം മിനിസ്റ്റർ വാട്ട് ആർ ദ പ്രൊസീജിയർ, ഫോർ വൈസ് പ്രസിഡന്റ് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ്, അങ്ങനെ ഓരോന്നിൻ്റെയും കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. So a person to be eligible for election as president should fulfill the following qualifications. So we need certain qualifications, അല്ലേ? We need certain qualifications to be to be nominated as a presidential candidate. So what are the eligibilities or the requirements for that candidacy as to nominate for this president? First one, he should be a citizen of India. As usual, നമുക്കറിയാം, he should be a citizen of India, അല്ല. He should have completed 35 years of age. 35 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അതിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അല്ലെങ്കിൽ അത് മത്സരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. He should be qualified for election as member of ലോക്സഭ. ഓക്കെ, ഇപ്പോൾ ഇലക്ഷനിൽ ക്വാളിഫൈ ചെയ്ത ആളായിരിക്കണം മെമ്പർ ഓഫ് ലോക്സഭയിലൂടെ. ഓക്കെ, ലോക്സഭ മെമ്പർ ആവണം. He should not hold any office of profit under the union government or any state government or any local authority or any other public authority. അപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ പേരിലെ ഒരു ഓഫീസസ്, അല്ലെങ്കിൽ അയാൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഓഫീസസും, അല്ലെങ്കിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അല്ലെ, വരുമാന മാർഗമുള്ള ഒരു 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 വിഭാഗം ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല, അല്ലേ. അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയോ അത് ഏതിൻ്റെയൊക്കെ കീഴിൽ, യൂണിയൻ ഗവൺമെൻറ് കീഴിലും പാടില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലും പാടില്ല, ലോക്കൽ സെൽഫ് അതോറിറ്റി അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കീഴിലും പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് അതോറിറ്റീൻ്റെ കീഴിലും പാടില്ല. So you should not hold any office of profit under any of these government bodies. Okay. A sitting president or vice president of the union, the governor of any state, and a minister of the union or any state is not deemed to hold any office of profit and hence qualified as a presidential candidate. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആർക്കും ഇതുപോലത്തെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടി പറ്റും. Further, the nomination of a candidate for election to the office of president must be subscribed by at least 50 electors as proposers and 50 electors as seconders. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രപ്പോസ് ചെയ്യണം, അല്ലേ. നോമിനേഷൻ ആയിട്ട് ഒരു കാൻഡിഡേറ്റിനെ ഇലക്ഷൻ നോമിനി ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരുടെ, അല്ലെ, നമ്മളിപ്പോൾ ഒരാൾ ഒരു നിർദ്ദേശകൻ ആയിട്ട് വരും, അല്ലെ. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഒരു മീറ്റിംഗ് കൂടി, അപ്പോൾ ആ മീറ്റിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യും? ആരെങ്കിലും ഒരാൾ നിർദ്ദേശിക്കും ഒരാളെ, ശരിയല്ലേ? ഞാൻ ഇന്ന ആളെ നിർദ്ദേശിക്കുന്നു പറയും. അപ്പോൾ വേറെ ആരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്രതിനിധി വരും, രണ്ടാമത്തെ ആൾ. അയാളെ നിർദ്ദേശത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലേ. അപ്പോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും നിർദ്ദേശിക്കും, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വരണം. വെറുതെ നിർദ്ദേശിച്ചത് കൊണ്ട് കാര്യമില്ല, സപ്പോർട്ടറായിട്ട് ഒരാൾ വേണം. സാധാരണ ഓരോരോ ആളാണ് നമ്മൾ ചെറിയ ചെറിയ മീറ്റിംഗ്, അല്ലെ, നിങ്ങൾക്കറിയാം, ഒരു മീറ്റിംഗ് കൂടി ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്, അല്ലെ. അപ്പോൾ അതിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ഭൂരിപക്ഷം എന്താണോ അഭിപ്രായം നോക്കിയിട്ട് പിന്നെ ഒന്നെങ്കിൽ ഒരാൾ പിൻവലിക്കും, അല്ലേ. ഓക്കെ, നല്ലത് തന്നെയാക്കും. രണ്ടാമത്തെ നിർദ്ദേശം വന്നിട്ടാകുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ആൾ പറയും, എന്നാൽ ഓക്കെ രണ്ടാമത്തെ നിർദ്ദേശത്തോട് പോകാം. ഇല്ലെങ്കിലോ ഭൂരിപക്ഷമായിട്ട് എന്താ അഭിപ്രായം നോക്കിയിട്ട് ഒരാളെ എലക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. സിമിലർലി ഫോർ ദിസ് ഓൾസോ അതിനെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ. അതിനുശേഷം നമ്മൾ അതിനെ എലക്ട് ചെയ്യുന്നത്. രണ്ടാൾക്കാർ വന്നാൽ അതിനെ ബാക്കി ആരാണോ ഭൂരിപക്ഷം, ആർക്കാണോ ഇത് കിട്ടുന്നത് അയാൾ ജയിക്കും. Further, the nomination of candidate for election to the office of president must be subscribed by at least 50 electors as proposers and 50 electors as seconders. അപ്പോൾ ഈ ഇതിനുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അല്ലേ, ഇതിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ട് അവകാശം എന്ന് പറഞ്ഞ സിസ്റ്റമില്ല ആൾക്കാർ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പ്രസിഡന്റിനെ നമ്മൾ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ അയാൾക്ക് എത്ര വേണം? 50 പ്രപ്പോസേഴ്സ് വേണം. നിർദ്ദേശകരായിട്ട് 50 പേര്, 50 എലക്ടേഴ്സ് പ്രപ്പോസേഴ്സ് ആയിട്ട് വേണം. അതുപോലെ തന്നെ 50 എലക്ടേഴ്സ് ഈ ഒരു രണ്ടാമത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് റെപ്രസെൻറ്റേറ്റീവ്, അല്ലെങ്കിൽ രണ്ടാമത്തേതായ ഒരു പ്രതിനിധിയായിട്ടും 50 ആൾക്കാർ സെക്കൻഡേഴ്സ് ആയിട്ട് വേണം. അതിനാണ് സെക്കൻഡേഴ്സ് പറയുന്നത്. പിന്നെന്ത് ചെയ്യണം? എവരി കാൻഡിഡേറ്റ് ഹാസ് ടു മേക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് റുപ്പീസ് 15,000 ഇൻ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാൻഡിഡേറ്റ് എന്തായിരിക്കണം? അയാൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു 15,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് എലിജിബിലിറ്റി ആയിട്ട് അതിൻ്റെ കൂടെ വരുന്നത്.
The security deposit is liable to be forfeited in case the candidate fails to secure one-sixth of the votes polled. അപ്പോൾ ടോട്ടൽ വോട്ടിന്റെ 1/6 പോലും കിട്ടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈസ് ലയബിൾ ടു ഫോർഫീറ്റ് ദാറ്റ്, അല്ലെങ്കിൽ അത് ഒരു പിഴയായിട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരമായിട്ട് അത് കൊടുക്കേണ്ടി വരും അല്ലേ? ഈവൻ 1/6 വോട്ടും കിട്ടുന്നില്ലെങ്കിൽ. The president is elected not directly by the people but by the members of electoral college consisting of. നമുക്കറിയാം പ്രസിഡന്റ് ഇലക്ഷൻ എന്താണ്, ഡയറക്ട്ലി പീപ്പിൾ അല്ല എലക്ട് ചെയ്യുന്നത് അല്ലേ? എലക്റ്റഡ് ബൈ ദ മെമ്പർ ഓഫ് പാർലമെന്റ്സ്, MLAs, അവരുടെയൊക്കെ വോട്ടുകൾ കൂട്ടി അതിൽ നിന്ന് പകുതിയിൽ കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന ആളാണ് ജയിക്കുക അല്ലേ? പകുതിയിൽ കൂടുതൽ ഒരു വോട്ട് കിട്ടിയാൽ ജയിച്ചു, ഒരു ഭൂരിപക്ഷം കിട്ടി. ഓക്കെ. The president is elected not directly by the people but by the members of electoral college consisting of the elected members of both the house of parliament, രാജ്യസഭ ലോകസഭ അംഗങ്ങൾ, അവരാണ് ഹൗസ് ഓഫ് പാർലമെന്റിലെ ആൾക്കാർ, അവർക്ക് വോട്ടവകാശമുണ്ട്. ദ elected members of the legislative assembly of the states, ഓരോ സംസ്ഥാനത്തിൻ്റെയും ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് അല്ലേ, നിയമസഭാ സാമാജികർക്കും അതിനുള്ള അവകാശമുണ്ട്, MLA മാർക്ക്. The elected members of the Legislative Assembly of the Union Territories of Delhi and Puducherry. ഡൽഹി, പുതുച്ചേരി, പോണ്ടിച്ചേരി പോലുള്ള യൂണിയൻ ടെറിട്ടറീസിലേക്ക് ഇതുപോലെ എലക്ട് ചെയ്യപ്പെട്ട നിയമസഭ അസംബ്ലി അല്ലെങ്കിൽ അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സിനും ഇവിടെ വോട്ടവകാശമുണ്ട്. ഇത്രയും ആൾക്കാരാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്യാൻ വോട്ടവകാശമുള്ള ആൾക്കാർ. ആൻഡ് അപ്പോൾ ഈ വോട്ട് എന്ന് പറയുമ്പോൾ ദ വോട്ട് ഹാസ് എ വാല്യൂ. The different state, the votes of different state MLAs have different values. ഓരോ വോട്ടിനും ഡിഫറെൻറ്റ് വാല്യൂ ആണുള്ളത്. നമ്മൾ ചെയ്യുന്ന ഒരു വോട്ട് പറഞ്ഞാൽ ഒരു വോട്ട് സെയിം വാല്യൂ ആണ് അല്ലേ, നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ. ഇവിടെ നോക്കിയേ, ദ വാല്യൂ ഓഫ് ദ വോട്ട് ഓഫ് എൻ MLA പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ആസ് ഫോളോസ്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് MLA വോട്ടുകൾ വാല്യൂ ചെയ്യപ്പെടുന്നതെന്നാണ് നോക്കുന്നത്. വാല്യൂ ഓഫ് വോട്ട് ഓഫ് എൻ MLA, ഒരു MLAയുടെ വോട്ട് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് എൻ MLA വിൽ ബി ഈക്വൽ ടു the total population of the state upon total number of elected members in the state, the total number of elected members in the state legislative assembly multiplied by the factor 1/1000. So that is the value of vote of an MLA. എന്താണ് വാല്യൂ ഓഫ് വോട്ട് ഓഫ് എൻ MLA വന്നത്? ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് അപ്പോൺ അല്ലെങ്കിൽ ഡിവൈഡഡ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ദി elected members in the state legislative assembly multiplied to the factor 1/1000 will gives the value of vote of an MLA. അങ്ങനെയാണ് ഒരു വാല്യൂ ഓഫ് വോട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഈ MLA വോട്ട് വാല്യൂ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഓഫ് വോട്ട് 2209 അങ്ങനെ എന്തോ വരുന്നുണ്ട്. ഏറ്റവും കുറവുള്ളത് സിക്കിമിലാണ്. കേരളത്തിൽ അത് 150 സംതിങ് ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. The value of vote of the MP, member of parliament, participated in the presidential election is determined as follows. MPമാരുടെ വോട്ടിന്റെ വാല്യൂ എങ്ങനെ വരുന്നത്? വാല്യൂ ഓഫ് വോട്ട് ഓഫ് എൻ MP will be equal to total value of vote of all MLAs of all states. ഓക്കെ, മൊത്തം MLAമാരുടെ എല്ലാ സ്റ്റേറ്റ്സിലെയും ഈ വാല്യൂസ് അപ്പോൺ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് മെമ്പർ ഓഫ് ദ പാർലമെന്റ്. അത്രയാണ് പാർലമെന്റിലെ ടോട്ടൽ എലക്റ്റഡ് മെമ്പേഴ്സിൽ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് MPമാരുടെ വാല്യൂ എന്ന് പറയുന്നത്. അത് കൂടുതലായിരിക്കും. ഓക്കെ. ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ MLA എന്ന് പറയുമ്പോൾ അതൊരു നിയർലി 5,49,495 അങ്ങനെ എന്തോ ഒരു വാല്യൂ ആണ് വരുന്നത്. That divided by the total number of elected members of the parliament will give the value of vote of an MP. ഇപ്പോൾ ഇപ്പോൾ MPമാർക്കൊക്കെ സെയിം വാല്യൂ ഓഫ് വോട്ടാണ്. ഓരോ സ്റ്റേറ്റിലെ MLAമാർക്കും ഓരോ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് വോട്ട് ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ ദിസ് വാല്യൂ ഓഫ് വോട്ടാണ് പോകുന്നത് അല്ലേ. സോ MPമാർക്ക് ഉള്ള ഈ വാല്യൂ ഓഫ് വോട്ട്, MPമാർക്ക് വോട്ട് ഇതുണ്ട്. സിമിലർലി ഫോർ MLAs ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ് ആർ ഹാവിങ്. ദെൻ ദിസ് ടൈപ്പ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി പോലുള്ള യൂണിയൻ ടെറിട്ടറീസ്, അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആൾക്കാർക്കും വാല്യൂ ഓഫ് വോട്ട്സ് ഉണ്ട്. The president's election is held in accordance with the system of proportional representation by means of single transferable vote. The voting is by secret ballot. വോട്ടിങ്ങിൻ്റെ രീതിയൊക്കെ സിമിലർ ആണ്. സീക്രട്ട് ബാലറ്റിലൂടെ വോട്ടിംഗ് ചെയ്യും. The system ensures that successful candidate is returned by the absolute majority of votes. A candidate, in order to be declared elected to the office of president, must secure a fixed quota of vote.
അപ്പോൾ ഒരു ഫിക്സഡ് കോട്ട ഓഫ് വോട്ട് കിട്ടുന്ന ആൾക്കാർ ഇലക്ഷനിൽ ജയിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ട്. ആസ് യൂഷ്വൽ ഇലക്ഷൻ നടക്കുന്ന പോലെ തന്നെ. The quota of vote is determined by dividing the total number of valid votes polled by the dividing the number of candidates to be elected. So here only one candidate is to be elected as president plus one and adding one to the quotient. The formula can be expressed as electoral vote നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. Electoral quota is equal to total number of valid votes polled divided by അതായത് plus one and adding one, that is by divided by 2, the total plus 1. So each member of electoral college is given only one ballot paper. ഒരു ബാലറ്റ് പേപ്പർ ആണ് കൊടുക്കുന്നത് വോട്ടിങ്ങിന്. ദ വോട്ടർ വൈൽ കാസ്റ്റിംഗ് ഹിസ് വോട്ട് ഈസ് റിക്വയർഡ് ടു ഇൻഡിക്കേറ്റ് ഹിസ് പ്രിഫറൻസ് ബൈ മേക്കിംഗ് 1 2 3 4. സോ അതിൽ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് 1 2 3 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണമല്ലോ 1 2 3 4 എന്നുള്ള രീതിയിൽ. നമുക്ക് ആരാണോ ഫസ്റ്റ് വേണ്ടത്, സെക്കൻഡ്, അഗെയിൻസ്റ്റ് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഗിവൺ. ദിസ് മീൻസ് ദാറ്റ് ദ വോട്ടർ ക്യാൻ ഇൻഡിക്കേറ്റ് ആസ് മെനി പ്രിഫറൻസ് ആസ് ദർ ആർ കാൻഡിഡേറ്റ്സ്. അപ്പോൾ എത്ര പ്രിഫറൻസ് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും ഈ പറയുന്ന വോട്ടറിന്. ദ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട്സ് ആർ കൗണ്ടഡ്. അങ്ങനെയാണ് ഈ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൗണ്ട് ചെയ്യും, സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ ഉള്ള ഒരു രീതിയാണ് ഇതിന്റെ പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇൻ കേസ് എ കാൻഡിഡേറ്റ് സെക്യൂർ ദ റിക്വയർ കോട്ട ഇൻ ദിസ് ഫേസ് ഈസ് ഡിക്ലെയർഡ് ആസ് സെലക്ടഡ്. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിന് റിക്വയർഡ് കോട്ട കിട്ടിയാൽ, ജയിക്കാൻ വേണ്ട വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹി വിൽ ബി ഡിക്ലെയർഡ് ആസ് എലക്റ്റഡ്. അതർവൈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വോട്ട് ഈസ് സെറ്റ് ഇൻ മോഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും സെക്കൻഡ് പ്രിഫറൻസിന്റെ വോട്ടും കൂടി കൗണ്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പോൾ സെയിം ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ ആൾക്കാർ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, കുറേ ആൾക്കാർ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്ത വ്യക്തി ആയിരിക്കും, ആദ്യത്തെ വിഭാഗം ആൾക്കാർ കൊടുത്ത വ്യക്തിയായിരിക്കും മറ്റേ വിഭാഗത്തിലെ പകുതി ആൾക്കാർ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ കൗണ്ട് ചെയ്യും. അതിൽ ഒരാൾക്ക് ഭൂരിപക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അന്നേരം തന്നെ എലക്ട് ചെയ്യും. ഇല്ലെങ്കിലോ സെക്കൻഡ് പ്രിഫറൻസ് വോട്ടുകൾ കൗണ്ട് ചെയ്യും, അതും കൂടി ആഡ് ചെയ്ത് നോക്കും. അന്നേരം ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭൂരിപക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അയാളെ എലക്ട് ചെയ്യും. ഇല്ലെങ്കിൽ തേർഡ് പ്രിഫറൻസ് നോക്കും. അപ്പോൾ ആ പ്രിഫറൻസ് വെച്ചിട്ടാണ് ഈ വോട്ടുകൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, so the process of transfer of vote is set in motion. The ballot of the candidate securing the least number of first preference votes are cancelled, and the second preference votes are transferred in the first preference vote of another candidate. Okay, അപ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടുന്ന കാൻഡിഡേറ്റിന്റെ അത് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, അയാളുടെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് അതർ കാൻഡിഡേറ്റിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ടിൽ എ കാൻഡിഡേറ്റ് സെക്യൂർസ് ദ റിക്വയർഡ് കോട്ട. അപ്പോൾ റിക്വയർഡ് കോട്ട കിട്ടുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ഫൈനലി ആയിരിക്കാണോ ഫൈനൽ കൗണ്ട് ഫുൾ കൗണ്ട് വരുന്നത്, അത് മീൻസ് ഭൂരിപക്ഷം കൗണ്ട് വരുന്നത്, അയാൾ അത് സെലക്ട് ചെയ്യും. ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട്സ് ഓർ ഡൗട്ട്സ്, ദ election of the presidents are inquired into the decided by the Supreme Court whose decision is final. അപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ ഡൗട്ട്സോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സുപ്രീം കോർട്ടിലേക്ക് റെഫർ ചെയ്യും. ബാക്കി സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ ആയിരിക്കും ഫൈനൽ. ഇതൊക്കെയാണ് എലക്ഷൻ ഓഫ് പ്രസിഡന്റിനെ കുറിച്ചിട്ടുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ. അതിനുശേഷമുണ്ട് ഓത്ത് ഓർ അഫർമേഷൻ ബൈ ദ പ്രസിഡന്റ് ഇസ് ദ ടേം ഓഫ് പ്രസിഡൻസ് ഓഫീസ്. അതായത് വാട്ട് ആർ ദ ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡൻസ് ഓഫീസ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് അടുത്ത സ്ലൈഡിൽ പ്രസിഡൻസ് ഓഫീസ് നമ്മൾ ഇനി നോക്കേണ്ടത് ഡിഫറെന്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫീസാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. നമുക്ക് കേട്ടിട്ടുണ്ടാകും ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, അതുപോലെ വാട്ട് ആർ ദി ടേംസ് ഓഫ് ദ പ്രസിഡൻസ് ഓഫീസ്, ആൻഡ് വാട്ട് ആർ ദി അഫർമേഷൻസ് ഓർ ഓത്ത് ടു ബി ടേക്കൺ ബൈ ദ പ്രസിഡന്റ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓത്ത് ഓർ അഫർമേഷൻ ബൈ ദ പ്രസിഡന്റ് നോക്കാം. So before entering upon his office, the president has to make and subscribe to an oath. In this oath, the president swears. എന്താണ് swear ചെയ്യുക? നമുക്കറിയാം, നമ്മളൊരു ഓത്ത് എടുക്കണം അല്ലേ? നമ്മൾ ഈ ഓഫീസിലേക്ക് നിയമിക്കുന്നതിന് മുമ്പ് ഓത്ത് എടുക്കണം. എന്താണ്? ഫസ്റ്റ് വൺ, ടു ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ്. ഓഫീസ് സമ്പ്രദായം അത് ഫെയ്ത്ത്ഫുള്ളി അത് കൊണ്ടുപോകുന്നില്ല രീതിയിൽ, സത്യസന്ധമായിട്ട് അത് കൊണ്ടുപോകുന്നില്ല രീതിയിൽ ഓത്തിൽ പറയണം. ടു പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നിയമത്തിനെ പ്രിസർവ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും അതിനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുമെന്ന കാര്യം പറയണം. ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദ സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് എന്താണ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ സർവീസൊക്കെ ജനങ്ങളുടെ എന്താണ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെന്റൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ ഓത്ത് അല്ലെങ്കിൽ ഒരു അഫർമേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓത്ത് ഓർ അഫർമേഷൻ ഗിവൺ ബൈ ദ പ്രസിഡന്റ്, ദാറ്റ് ഈസ് ടു ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ്, ടു പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ, ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദി സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, എന്താണ് അപ്പോൾ ഈ ഓത്തിൽ എന്താണ് പിന്നെ പറയുന്നത്? ഓത്ത് ഓഫ് ദ ഓഫീസ് ടു ദ പ്രസിഡന്റ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അല്ലെ, നമുക്കറിയാം നമ്മളെ ഈ നിയമസഭ കേരളത്തിൽ പുതിയ ഭരണ അതായത് ഭരണകൂടം അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അവർ ഓത്ത് എടുക്കുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഗവർണർ, അല്ലെ. സോ ദ ഓത്ത് ഓഫ് ദ ഓഫീസ് ടു ദ പ്രസിഡന്റ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻ ഹിസ് ആബ്സെന്റ് ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് അവൈലബിൾ. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒരു എന്താണ് അയാളുടെ ഒരു അധ്യക്ഷതയിലാണ് ഈ പറയുന്ന ഓത്ത് ഓഫ് ദി ഓഫീസ് ടു ദ പ്രസിഡന്റ് നടക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി ചീഫ് ജസ്റ്റിസ്, സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആരാണോ അയാളുടെ പ്രസൻസിലായിരിക്കും നടത്തുന്നത്. ഓക്കെ, സോ യു വിൽ ബി ദ അഡ്മിനിസ്റ്റർ ഫോർ ദാറ്റ് പ്രോസസ്. Any other person acting as president or discharging the function of the president also undertakes the similar oath. അപ്പോൾ ഇത് ഈ പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുന്ന ആൾ മാത്രമല്ല, പ്രസിഡന്റായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ആളും ഇതുപോലത്തെ ഒരു സിമിലർ ഓത്ത് എടുക്കേണ്ടതാണ്. ഓക്കെ, then next one, there will be certain terms of the president's office. What are the different terms of the president's office? One is the president holds office for a term of 5 years from the date on which he enters upon his office. 5 വർഷത്തേക്കാണ് ഈ പ്രസിഡന്റിന്റെ കാലാവധി, അല്ലെ. 5 വർഷത്തേക്കാണ് ഈ പ്രസിഡന്റ് ഈ ഓഫീസിലെ പ്രസിഡന്റ് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് 5 വർഷമാണ്. However, he can resign from his office at any time by addressing the resignation letter to the vice president. അയാൾക്ക് എങ്ങനെയെങ്കിലും ഇത് റിസൈൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ റിസൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എങ്ങനെയാണ് റെസിഗ്നേഷൻ ആയിരിക്കാം കൊടുക്കേണ്ടത്? വൈസ് പ്രസിഡന്റാണ് കൊടുക്കേണ്ടത്. Further, he can also be removed from the office before completion of his term by the process of impeachment. ഇംപീച്ച്മെന്റ് പ്രോസസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കേട്ടിട്ടുണ്ടാവും USA ഇംപീച്ച്മെന്റ് നടന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ത്രൂ ഇംപീച്ച്മെന്റ് ഓൾസോ the president can be removed. The president can hold office beyond his term of 5 years until his successor assumes charges. അങ്ങനെ ചില സ്പെഷ്യൽ കേസസിൽ മാത്രം കുറച്ചും കൂടി 5 കൊല്ലം ശേഷവും ഓഫീസിന്റെ ചാർജ് ഹോൾഡ് ചെയ്യാം. യു മേ ബി എലക്റ്റഡ് ഫോർ എനി നമ്പർ ഓഫ് ടൈം. ഓക്കെ, എത്ര പ്രാവശ്യം വേണമെങ്കിൽ എലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പ്രാവശ്യം മാത്രമല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിൽ എലക്ട് ചെയ്യാം. വാട്ട് ഈസ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്? The president can be removed from offices by a process of impeachment for violation of the constitution. അപ്പോൾ എന്താണ് ഇംപീച്ച്മെന്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ്.